Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ബികോം BBA സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SI ചോദ്യം എന്ന് പറയുന്ന മിക്ക പേപ്പറിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. നിർബന്ധമായും ഫോക്കസ് കൊടുക്കേണ്ടതാണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് മോഡൽസ് in digital marketing. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫോംസ് നിർബന്ധമായും പഠിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള ബേസിക്സ് നോക്കിയിരിക്കണം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ലേണിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യം മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആണ്. അപ്പോൾ എന്താണ് ലേണിംഗ് ഇൻ ഇന്ത്യ? ലേണിങ്ങിൻ്റെ ബേസിക്സ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ മേജർ ടെക്നോളജീസ് യൂസ്ഡ് ഇൻ ലേണിംഗ് അത് നോക്കിയിരിക്കണം. എക്സ്പ്ലെയിൻ ദ മേജർ ടെക്നോളജീസ് യൂസ്ഡ് ഇൻ ലേണിംഗ്. ഓക്കെ, ലേണിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഏരിയ. നിർബന്ധമായും ഫോക്കസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഓൺലൈൻ അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ടുള്ള ചോദ്യം പലപ്പോഴും വരാറുണ്ട്. എന്താണ് ഓൺലൈൻ അഡ്വർടൈസിങ്? അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ. ഇനി നെക്സ്റ്റ് സൈബർ ലോസിനെ പറ്റിയിട്ടുള്ള ചോദ്യം പലപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യേണ്ടതാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ എക്സ്പ്ലെയിൻ ദ ഏരിയാസ് where cyber laws are used the most. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർബന്ധമായും ഫോക്കസ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗവേണൻസിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്താണ് ഗവേണൻസ് കൺസെപ്റ്റ് നോക്കുക. അതിൻ്റെ ബെനഫിറ്റ്സും ചലഞ്ചസും എന്താണ്? ബെനഫിറ്റ്സ് ആൻഡ് ചലഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ക്വാളിറ്റീസ് ആൻഡ് ട്രൈഡ്സ്. ഒരു ഗുഡ് പ്രൊഫഷണലിന് വേണ്ട ക്വാളിറ്റീസ് ആൻഡ് ട്രൈഡ്സ് ആണ്. ക്വാളിറ്റീസ് ആൻഡ് ട്രൈഡ്സ് required for a good professional. പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് എന്തെങ്കിലും നോക്കി വയ്ക്കുക. ഇനി അതിനേക്കാൾ മുമ്പുള്ള ഒരു പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യത്തിലോട്ട് കിടക്കാം. ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ, റിപ്പീറ്റ് അല്ല, പക്ഷെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്.
ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണെങ്കിൽ AI വന്നിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയുള്ള ഒരു ചോദ്യം ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് and intelligent agents in e-business. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ് അനലറ്റിക്സിനെ പറ്റിയിട്ടുള്ള ബിസിനസ് അനാലിസിസിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം, ബിസിനസ് അനാലിസിസിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ബിസിനസ് അപ്പോൾ AI പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു സജഷനാണ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, മെറിറ്റ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ഡിമെറിറ്റ്സിൻ്റെ കൂടെ അതിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എസ്സേക്ക് കൂടുതൽ കണ്ടു എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4 കിട്ടും. സോ നമ്പർ 1 എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇ ലേണിംഗ് റിപ്പീറ്റ് ആണ്, ഓൺലൈൻ അഡ്വർടൈസിങ്, സൈബർ ലോസ് എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയാസ്, പിന്നെ ഇ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ചലഞ്ചസ്, ക്വാളിറ്റീസ് ആൻഡ് റൈറ്റ്സ് റിക്വയർഡ് ഫോർ എ ഗുഡ് പ്രൊഫഷണൽ, ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്, റോൾ ഓഫ് AI ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ബിസിനസ്, പിന്നെ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എസ്സേ പാർട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ സജഷൻസും പാർട്ട് ബിയിലുള്ള 5 മാർക്സും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.